ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ക്യാരറ്റ് വെച്ചുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഒത്തിരി ക്യാരറ്റ് ചുമ്മാ കുറേ ദിവസമായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ്. അപ്പോൾ നമ്മളതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ടിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരം ഒരു 5-6 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലാവശ്യത്തിന് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ശേഷം ഒരു ഇത്തിരി പഞ്ചസാര കൂടെ ചേർത്തിട്ട് 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് നന്നായി അരയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ മാറ്റി വയ്ക്കാം കേട്ടോ. ലാസ്റ്റ് എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഈ ക്യാരറ്റിൻ്റെ മിക്സിൽ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നല്ലൊരു പരുവാവുന്ന വരെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ ആവുന്ന വരെ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അപ്പം നമ്മൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഇതുപോലെയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ബോൾസ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലെടുക്കാം കേട്ടോ. അതിൻ്റെ അത്രയും തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോൾസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ടൊന്ന് വേവുന്ന വരെ ഇളക്കാം കേട്ടോ. അപ്പോൾ പാല് ഒത്തിരി വറ്റി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഈ ബോൾസ് വേവിച്ചിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാല് തിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാല് കൂടെ ഒന്ന് നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒന്ന് ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ തന്നെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ പോലെ കഴിക്കാം. ക്യാരറ്റൊക്കെ അകത്തോട്ട് ചെല്ലും ചെയ്യും. നല്ലൊരു ചെറിയ തണുപ്പോടു കൂടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഒത്തിരി ടൈമൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.